മഴയത്തും കാറ്റത്തും അപകടക്കെണിയാണ് വൈദ്യുത തൂണുകൾ. അപകടാവസ്ഥയിലുള്ള പോസ്റ്റുകൾ നിരവധിയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. വർഷങ്ങളായി മഴയും വെയിലുമേറ്റ പല വൈദ്യുത തൂണുകളും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. തിരുവനന്തപുരം പോങ്ങുമൂട് ശക്തമായ കാറ്റിൽ മരം വീണാണ് ഇലക്ട്രിക് പോസ്റ്റ് വാഹനത്തിന് മുകളിൽ നിലംപതിച്ചത്. മരം കമ്പിയിൽ വീണു. കമ്പി താഴെ വന്നു. ഇതുവഴി പോയ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ മുകളിൽ കുരുങ്ങി ആ ബസ് അവിടം വരെ പോയി. അയ്യോ, അത് വലിച്ചുകൊണ്ട് പോയി. വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിലും വിഴിഞ്ഞത്ത് നിന്ന് പള്ളിച്ചലിലേക്ക് പോകുന്ന വഴി ചാവടി നടയിലും മരം വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു. റോഡ് സൈഡിൽ തന്നെ ഒരു 4-5 പോസ്റ്റുകൾ കമ്പി എല്ലാം പൊട്ടിയിട്ടുണ്ട്, ധാരാളമായി പൊട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ വെങ്ങാനൂർ ചാവടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ മതിൽ ചേർന്ന് നിൽക്കുന്ന ഈ പോസ്റ്റ് ഈ വളഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായതാണ്. ഇനി ഒരു മഴയോ ഒരു കാറ്റത്തീരിന്റെ ഒരു കൊണ്ടയോ ഒടിഞ്ഞു വീഴുകയോ ചെയ്താൽ ഈ പോസ്റ്റുകളെല്ലാം റോഡിലേക്ക് വീഴാനും ഇവിടെ വ്യാപകമായ നാശനഷ്ടം, ആളുകളുടെ ജീവഹാനി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെടുമങ്ങാട് വേങ്കവിളയിൽ മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് KCB കോൺക്രീറ്റ് പോസ്റ്റും തകർന്നു. രജനിയുടെ ഇരുചക്ര വാഹനത്തിന് മുകളിലാണ് പോസ്റ്റ് വീണത്. പള്ളിപ്പുറം CRPFന് സമീപത്ത് 3 വൈദ്യുത പോസ്റ്റുകളാണ് ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്. ഇന്നലെ രാത്രി ഒരു 8 മണിയൊക്കെ ഭയങ്കര കാറ്റ്, ആ സമയത്തും ഒടിഞ്ഞ് മൊത്തത്തിൽ വീഴുന്നതാണ്. പിന്നെ 3 പോസ്റ്റ് എല്ലാം കൂടെ ഒടിഞ്ഞ് മൊത്തത്തിൽ കിടക്കും. പിന്നെ വഴിയ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ജില്ലയിലെ പല ഭാഗത്തും ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള തൂണുകൾ നിരവധിയുണ്ട്. ഏത് സമയത്തും വലിയ അപകടമുണ്ടാകാം. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റാണ് വില്ലൻ. 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് പ്രവചനം. ചാഞ്ഞു നിൽപ്പുണ്ട് അപകട തൂണുകൾ.